ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും ശക്തി എന്ന ആയുധത്തെ കയ്യിലുള്ളവനുമായ ആ മംഗളനെ, ചൊവ്വയെ, സുബ്രഹ്മണ്യനെ, വേലി ആയുധമായിട്ടുള്ള ആ മുരുകനെ, സുബ്രഹ്മണ്യനെ ഞാൻ സ്മരിക്കുന്നു. സുബ്രഹ്മണ്യൻ വിദ്യയുടെ ദേവതയാണ്. ഉപദേശം എന്നൊരു ഫലം സുബ്രഹ്മണ്യന് പറഞ്ഞിട്ടുണ്ട്. ഉപദേശം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞങ്ങൾക്ക് ജ്യോതിഷികൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരുന്ന വ്യക്തിയാണ് ചൊവ്വ. പലപ്പോഴും ചൊവ്വയെ സന്തോഷിപ്പിക്കാനാണ് ഷഷ്ഠിവ്രതമൊക്കെ ആചരിക്കുന്ന അമ്മമാർ. മക്കളുടെ ശ്രേയസ്സിന്, അവരുടെ വിവാഹത്തിന്, തങ്ങൾക്ക് സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയൊക്കെ സുബ്രഹ്മണ്യനെ നാം പ്രാർത്ഥിക്കും. അവിടെ ഓം വജദ്ഭുവേ നമഃ, വിദ്യയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഓം വജദ്ഭുവേ നമഃ. മുരുകൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, അറുമുഖൻ, അപ്രകാരം തന്നെ ചൊവ്വയുടെ മറ്റൊരു പര്യായമാണ് വജദ്ഭൂഹു. അതിൻ്റെ ചതുർത്ഥിയാണ് നമഃ എന്ന് പറയുമ്പോൾ നാം ചതുർത്ഥി ഉപയോഗിക്കും. ഓം ഗുരവേ നമഃ, ഓം ദേവായ നമഃ. അപ്രകാരം വജദ്ഭൂ, ഓം വജദ്ഭുവേ നമഃ. ഇവിടെ അതിശക്തമായി ചൊവ്വ തൻ്റെ ഉച്ചരാശിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. എവിടെയാണ് ചൊവ്വയുടെ ഉച്ചരാശി? മകരത്തിലാണ്. മകരം മനിയുഗ്, മകരം 28 ചൊവ്വയുടെ അത്യുച്ച പോയിൻ്റാണ്, പൊസിഷനാണ്. അപ്രകാരം കർക്കിടകം 28 അതിനീച പോയിൻ്റാണ്. എല്ലാ ഉച്ചരാശിയുടെയും നേരെ ഓപ്പോസിറ്റ് 7ാം ഭാവം നീചരാശിയാകുന്നു. ഇപ്പോൾ മകരത്തിൽ ചൊവ്വ ഉച്ചത്തിൽ വരുമ്പോൾ അപ്രകാരം തന്നെ 6 മാസം കഴിയുമ്പോഴേക്കും ഏകദേശം ചൊവ്വ നീചരാശിയിലേക്കും വരും. പക്ഷെ വലിയ ദോഷങ്ങൾ കർക്കിടക രാശിയിൽ ചൊവ്വക്ക് പറഞ്ഞിട്ടില്ല. പലപ്പോഴും ജലത്തിലൂടെ ധനം ലഭിക്കുവാനും ഒക്കെ ചൊവ്വ കർക്കിടകത്തിലെ ചൊവ്വക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈകല്യവും മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കുന്നു മാത്രം. അതിന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ ആ ചൊവ്വ, കർക്കിടകത്തിലെ ചൊവ്വ നല്ലതാണ്. ഇവിടെ ചൊവ്വ എന്താണ്? ചൊവ്വയുടെ കാരകധർമ്മങ്ങൾ ഭ്രാത, സത്വം ച, ഭൗമഹ, ക്ഷിതിരപി. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ. ക്ഷിതി എന്ന് വെച്ചാൽ ചൊവ്വ. ഭ്രാത സഹോദര കാരകനാണ്. സത്വം തൻ്റെ ഇളകാത്ത മനസ്ഥിതി, ധൈര്യം, ഇതൊക്കെയാണ് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നത്. അതിനാൽ ചൊവ്വ ഉച്ചരാശിയിൽ വരുമ്പോൾ മേൽപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് വർദ്ധിക്കാം. അദ്ദേഹത്തിന് സധൈര്യം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള ഒരു പവർ ലഭിക്കും, സത്വഗുണം ലഭിക്കും. അദ്ദേഹത്തിന് ഭൂമി ലഭിക്കാം, ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങൾ ഉണ്ടാകാം, വീട് നിർമ്മിക്കാം, കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങാം. പലപ്പോഴും ആഴക്കടലിൽ ഖനനം ചെയ്യാം. കരിമണൽ ഖനനം മുതലായ വലിയ വിഷയങ്ങളൊക്കെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുക. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ചൊവ്വ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. ചൊവ്വ മകരം 1-നാണ് മകരം രാശിയിലേക്ക് വന്നിരിക്കുന്നത്, അതായത് ജനുവരി 15-ാം തീയതി. ആ ചൊവ്വ ഇനി 40 ദിവസക്കാലം, അതായത് ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ, കുംഭമാസം 11-ാം തീയതി വരെ ഈ ചൊവ്വ ഒരു പ്രതാപവാനായി തൻ്റെ രാശിയിൽ നിൽക്കും. ഇത് 4 രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക് ചൊവ്വ വളരെയധികം ഫലം ചെയ്യും. ആ 7 ശനിയും 3-ലെ വ്യാഴവും കൊണ്ട് വീർപ്പുണ്ടെന്ന് 7 ശനിക്കാർക്ക് ഈ ചൊവ്വ എന്ത് പ്രദാനം ചെയ്യും? രുചക മഹായോഗം ചെയ്തു നിൽക്കും. ചൊവ്വ തൻ്റെ സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികത്തിലും ഉച്ചക്ഷേത്രമായ മകരത്തിലും ലഗ്നാൽ 1-ാം ഭാവം 4, 7, 10 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അതിനാണ് നാം എന്ത് പറയുക? രുചക മഹായോഗം എന്ന് പറയുക. പഞ്ചമഹാ പുരുഷയോഗത്തിൽ അതിശക്തമാണ് ചൊവ്വ രുചക മഹായോഗം ചെയ്തു നിൽക്കുന്നത്. ഉത്സാഹ ശൗര്യധന സാഹസവാൻ ശ്രീമാൻ രണേഷു വിജയി നൃപവല്ലഭസ്യ. രാജാവിൻ്റെ പ്രിയപ്പെട്ട ആളാകും. ചൊവ്വ സേനാനായകനാണ്. അതിനാൽ യുദ്ധം നയിക്കാൻ ചൊവ്വയ്ക്ക് കരുത്തുണ്ടാകും. ഉത്സാഹം വളരെയധികം പ്രകടിപ്പിക്കും, ശൂരത പ്രകടിപ്പിക്കും. സാഹസവാൻ, അതുമാത്രമേ ദോഷമുള്ളൂ. എന്താണ് സാഹസവാൻ? യത് കാര്യം ദ്യഹ അസമീക്ഷകരോതി സഹ സാഹസവാൻ. ആരാണോ പൂർണ്ണമായും മനസ്സിലാക്കാതെ എടുത്തു ചാട്ടുന്നത് അദ്ദേഹത്തെയാണ് എന്ത് പറയുക? സാഹസവാൻ എന്ന് പറയുക. സാഹസ പ്രവൃത്തി ചൊവ്വയുടെ സ്വഭാവത്തിലുള്ളതാണ്, രക്തത്തിൽ അലിഞ്ഞതാണ്. കാരണം ചൊവ്വ രക്തകാരകനാണ്. പെട്ടെന്ന് ശരീരത്തിലെ രക്തത്തിന് ഹൈ പ്രഷർ വരും ചൊവ്വ ബലവാനാകുമ്പോഴൊക്കെ തന്നെ. അതിലാണ് സാഹസികത എന്ന് പറയുന്നത്. അതിനാൽ സാഹസികതയ്ക്ക് ചൊവ്വ പേര് കേട്ട ആളാണ്. അത് നിയന്ത്രിച്ചാൽ ഈ ചൊവ്വ മേടൻ രാശിക്കാർക്ക് 10-ാം ഭാവത്തിൽ നിന്നു കർമ്മത്തിലുള്ള ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നു. കർക്കിടക രാശിക്കാർക്ക് അവരുടെ കർമ്മവും സന്താന വിഷയത്തിലേക്കും പൂർണ്ണതയുണ്ടാക്കുന്നു.
വൃശ്ചികൻ രാശിക്കാർക്ക് ഭൂമിയും അനുഭവങ്ങളും കൊടുക്കുന്നു. മകരൻ രാശിക്കാർക്ക് ചൊവ്വ 4-11 ഭാവാധിപനാണ്. ഭൂലാഭം ഉണ്ടാകുന്നു. തൻ്റെ പദവി പൊസിഷൻ മുന്നോട്ട് നയിക്കപ്പെടുന്ന ധാരാളം ഗുണങ്ങൾ ഈ ചൊവ്വ പ്രകടിപ്പിക്കുന്നു. ചൊവ്വയുടെ ആശ്രയഫലം പോലും വളരെ നന്നായിട്ടാണ് മകരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഖ്യാതസ്വച്ഛേ ഗണപുരബല ഗ്രാമാഗ്രണീഹി. തൻ്റെ ഗണം, തൻ്റെ കൂട്ടത്തിൽ താനുമായി ബന്ധപ്പെടുന്ന പുരം, പട്ടണം, ഇവിടെയൊക്കെ അഗ്രണീഹി നേതൃത്വത്തിലെത്തുന്നു ചൊവ്വ. പൊളിറ്റീഷ്യൻസിന് ഏറ്റവും നല്ല ഗുണം തരുന്നു ഈ ചൊവ്വ. യുദ്ധം ചെയ്യാനും രാഷ്ട്രത്തെ നയിക്കുവാനും മുന്നിൽ നിൽക്കുവാനും ഒരു സേനാനിയായി കാര്യങ്ങൾ നീക്കുവാനുമുള്ള കരുത്തു തരുന്നു ഈ ചൊവ്വ എന്നറിയുക. മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ എന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് ചൊവ്വയ്ക്ക് 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. ചൊവ്വ കർമാധിപനാണ്. കർക്കിടക രാശിക്കാരുടെ 10ാം ഭാവാധിപനാണ് ചൊവ്വ. പിന്നെ അവരുടെ 5ാം ഭാവാധിപത്യവും. എന്താണ് 10ാം ഭാവം? ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ, സർവകർമാണി ആജ്ഞാലംബനമേത സർവം ചിന്യം ദ്വിതീയത. തൻ്റെ ആജ്ഞ, തൻ്റെ ആശ്രയിക്കുന്നവർ, ദേവാലയം, നഗരസഭകൾ, ട്രസ്റ്റ്, സർവകർമ്മണി, എല്ലാ കർമ്മങ്ങളും. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, ഇവിടെ രുചക മഹായോഗമുണ്ട്. അതിനാൽ ചൊവ്വ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും. 7 ചൊവ്വ വരുമ്പോൾ എല്ലാ ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന്. പക്ഷേ രുചക മഹായോഗം ചെയ്തിരിക്കുന്ന ചൊവ്വ പ്രായണ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈ കർമ്മമേഖലയിലായാലും അപ്രകാരം തൻ്റെ സന്താനങ്ങളുടെ പഠനം, അവരുടെ ഭാവി, അവരുടെ വിദേശവാസം, അവർക്ക് ജോലി, ഇതിനൊക്കെ ഈ ചൊവ്വ വളരെ നന്നാണ്. അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുക, അവർക്ക് അംഗീകാരം ലഭിക്കുക, അഭിമാനത്തോടുകൂടി അച്ഛനും അമ്മയും പങ്കെടുക്കുക, ഇതൊക്കെ ഈ ഒരു 40 ദിവസക്കാലം സംഭാവ്യമാണ്. ശ്രദ്ധിച്ചാൽ മതി. സ്ത്രീവിർഗത പരിഭവം മതകേ പതങ്കെ. 7 സൂര്യൻ വരുമ്പോഴും ശനി വരുമ്പോഴും ചൊവ്വ വരുമ്പോഴും പറഞ്ഞ ഫലം എന്താണ്? സ്ത്രീവിർഗത സ്ത്രീകൾക്ക് പരിഭവം വരും. അതിനാൽ ദാമ്പത്യത്തിൽ ശ്രദ്ധിക്കുക. ദാമ്പത്യ വിഷയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക. ഈ സമയത്ത് ദമ്പതികൾ പിണങ്ങിപ്പോകുന്ന സമയമാണ്. മാഹേ മതകേ സദൈവ വിരഹ. 7 ചൊവ്വ വന്നാൽ സദാ വിരഹമുണ്ടാകും. ഇവിടെ പാപഗ്രഹമാണ് ചൊവ്വ. പാപയ സപ്തമകേ കളത്രമിരണം രോഗോ വിയോഗോസ്യവ ഭർത്തൃവ ഗമന അന്തരായ. യാത്ര പോകുന്ന വ്യക്തിക്ക് തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥ വരും. ഭാര്യയ്ക്ക് രോഗം, ഭാര്യയ്ക്ക് മരണം ഒക്കെ പറയണം, ഭർത്താവിനായാലും. പക്ഷേ ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ അതിൻ്റെ കാഠിന്യം കുറയും. പല കാര്യങ്ങളും തീരുമാനം ഉണ്ടാവും. വിദേശത്ത് യാത്രേൻ്റെ വ്യക്തിക്ക് യാത്ര ചെയ്യാൻ വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ഈ ചൊവ്വ അവരുടെ പ്രതിഭാവതിയാണ്, ബുദ്ധിമതിയാണ്. അതിനാൽ ബൗദ്ധികമായ വിഷയത്തിൽ, പഠന വിഷയത്തിൽ ധാരാളം ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് ലോട്ട് ഈവൻ ദർ സ്റ്റഡീസ്. പഠിച്ച് വലുതാവുക, തൻ്റെ ഗവേഷണം അംഗീകരിക്കപ്പെടുക, അതിൻ്റെ പേരിൽ മറ്റ് രാജ്യങ്ങളിൽ പോകേണ്ടി വരിക, സ്കോളർഷിപ്പോടുകൂടി വിദേശ പഠനമുണ്ടാവുക, ഇപ്പറഞ്ഞ ധാരാളം നന്മകൾ കർക്കിടക രാശിക്കുണ്ടാകും. അനുദ്വാരബോധേന പാണിഗ്രഹേണ പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി. വിവാഹം ഹേതുവായിട്ടും യാത്രാ ഹേതുവായിട്ടും ധാരാളം തടസ്സങ്ങൾ വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനാൽ നിർബന്ധമായും കർമ്മ തടസ്സം ഒഴിവാക്കാൻ കർമ്മമുട്ടി ചെയ്യണം ഭദ്രകാളി ക്ഷേത്രത്തിൽ. അപ്രകാരം മന്ത്രവതിയാണ് ചൊവ്വ. പുരുഷരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനെ ഭജിക്കണം. ഇവിടെ സ്ത്രീരാശിയിലാണ്, ഫെമിനൈൻ സൈനിൽ നിൽക്കുന്നു. അപ്പോൾ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാള്യൈ നമഃ. ഈ മന്ത്രം 9 അല്ലെങ്കിൽ 18 തവണ ചൊല്ലുക. വളരെയധികം മാറ്റങ്ങൾ വരും. വാഹന വിഷയം ശ്രദ്ധിക്കണം. ആവേശത്തോടുകൂടി വണ്ടി ഓടിക്കുമ്പോൾ മത്സരബുദ്ധി പാടില്ല. ബാക്കി എല്ലാ കർമ്മങ്ങളും വളരെ അനുകൂലമായി ഭവിക്കട്ടെ. കർക്കിടക രാശിക്കാർക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.